ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ 22 യാർഡ്സ്. നിങ്ങൾക്കതറിയാമോ? 2025 സീസണിൽ റീറ്റെയിൻ ചെയ്യാത്ത ടോപ്പ് 5 വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാർ ആരൊക്കെയാണെന്ന്. ഒന്നാമതായി പറയുകയാണെങ്കിൽ ഋഷഭ് പന്ത് ഡൽഹിയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിരുന്നു, ക്യാപ്റ്റൻ കൂടിയായിരുന്നു. ഈ സീസണിൽ ഡൽഹി റീറ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സീസണിൽ ഏത് ടീമിന് വേണ്ടി വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്ത് കളിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. രണ്ടാമതായി നമ്മൾ നോക്കേണ്ടത് മുംബൈയുടെ തന്നെയായിരുന്നു വിക്കറ്റ് കീപ്പറായിരുന്നു ഇഷാൻ കിഷനെ കുറിച്ചാണ്. ഇഷാൻ കിഷൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് എല്ലാ IPL സീസണിലും പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവർ ഇപ്രാവശ്യം റിലീസ് ചെയ്തിരിക്കണം. കാരണം അതിനെക്കാട്ടി മേളിലുള്ള പ്ലെയേഴ്സിനെ അവർ റിട്ടേൺ ചെയ്തത് കൊണ്ട് ഇപ്പോൾ ഇഷാൻ കിഷനെ അവർ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം ഏത് ടീമിലേക്ക് അദ്ദേഹം പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. മൂന്നാമതായി നമ്മൾ നോക്കുകയാണെങ്കിൽ രാജസ്ഥാനിലെ തന്നെ ബാക്ക് ബോൺ ആയിരുന്ന ഒരു മെയിൻ എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻ എന്ന് കൂടി പറയാം, ജോസ് ബട്ട്ലർ ഈ സീസണിൽ രാജസ്ഥാൻ റീറ്റെയിൻ ചെയ്യാത്ത സ്ഥിതിക്ക് ഏത് ടീമിൽ വിക്കറ്റ് കീപ്പറായി കളിക്കും എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ നാലാമത് നമ്മൾ നോക്കേണ്ടത് ഇന്ത്യയുടെ തന്നെ ഒരു വിക്കറ്റ് കീപ്പറായിരുന്നു, പക്ഷേ ഇപ്പോൾ ഋഷഭ് പന്ത് വന്നപ്പം മാറിയതാണ്. വിക്കറ്റ് കീപ്പറായിരുന്ന KL രാഹുൽ. കാരണം അദ്ദേഹം ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ക്യാപ്റ്റനായിരുന്നു കഴിഞ്ഞ സീസണിൽ. അദ്ദേഹം തന്നെയാണ് വിക്കറ്റ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അവർ റിട്ടേൺ ചെയ്തത് നിക്കോളാസ് പൂർണ്ണെ റിട്ടേൺ ചെയ്തത് കൊണ്ട് നിക്കോളാസ് പൂർണ്ണൻ തന്നെയായിരിക്കും അവരുടെ വിക്കറ്റ് കീപ്പറും ക്യാപ്റ്റനും. അപ്പോൾ KL രാഹുലിനെ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം അദ്ദേഹം ഏത് ടീമിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. അഞ്ചാമതായി നമ്മൾ നോക്കേണ്ടത് സൗത്ത് ആഫ്രിക്കയുടെ മുൻകാല ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായിരുന്ന ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ബാറ്ററും കൂടിയായിരുന്ന ടുണ്ടൻ ഡിക്കോക്കാണ്. ടുണ്ടൻ ഡിക്കോക്ക് ഈ സീസണിൽ ഏത് ടീമിൻ്റെ വിക്കറ്റ് കീപ്പർ ബാറ്ററായി പ്ലേ ചെയ്യുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം.